സിന്ദൂരരേഖ ഭാഗം 110. ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് വന്ന നീണ്ട മുടി വളർത്തിയ ആ ഒരു രൂപത്തെ കണ്ട് അവർക്ക് ഭയമാണ് തോന്നിയത്. മുന്നിൽ നിൽക്കുന്നത് തങ്ങൾ ഇതുവരെ കണ്ടതുപോലുള്ള ഒരാളല്ല എന്ന് തോന്നിപ്പോകുന്നു. പലപ്പോഴും അവൻ്റെ കണ്ണുകളിലെ ഭാവം തങ്ങളെ കൊല്ലാൻ പോകുന്നത് പോലുള്ളതുപോലെ. ഭയം കാരണം അവരുടെ ശബ്ദം പോലും പുറത്തേക്ക് വരുന്നില്ലായിരുന്നു. എന്താ, എന്നെ പേടിയുണ്ടോ? മുടിയൊന്നാകെ ബൺ ചെയ്തു വെച്ച് അവൻ അവർക്ക് നേരെ തിരിഞ്ഞു. നിനക്കെന്താ വേണ്ടത്? അതെന്ത് ചോദ്യമാണ്? എനിക്ക് നിങ്ങളെ അല്ലല്ലോ, നിങ്ങൾക്ക് എന്നെയല്ലേ വേണ്ടത്. അങ്ങനെ ആയിരുന്നില്ലേ നിങ്ങളുടെ പ്ലാൻ? അവൻ്റെ പരിഹാസം നിറഞ്ഞ ശബ്ദം. മാനവ് പ്ലീസ്. കെഞ്ചല്ലേ. എൻ്റെ മുന്നിലിരുന്ന് നീയൊക്കെ കെഞ്ചുന്നത് ആസ്വദിക്കാനൊന്നും എനിക്കാവില്ല. നീയൊക്കെ വേദനിക്കണം, മനസ്സ് മരവിച്ചു പോകുന്ന പോലുള്ളൊരവസ്ഥയുണ്ടല്ലോ, അങ്ങനെ ആവണം. അവൻ ഗർജിക്കുന്നത് പോലെയാണത് പറഞ്ഞത്. അവൻ്റെ ശബ്ദത്തിലാകെ ഒരു അമർഷം. ദേഷ്യം കാരണം അവൻ്റെ ശബ്ദം വിറയ്ക്കുന്നു. മുഖവും കണ്ണുമൊക്കെ ചുവന്നു കയറുന്നു. അതെല്ലാം അവരൊരു ഭയത്തോടെയാണ് നോക്കിയത്. പേടി കാരണം അവരിൽ നിന്ന് പ്രതികരണശേഷി പോലും നഷ്ടപ്പെട്ടു എന്ന് പറയാം. നിങ്ങൾ കുറച്ച് ദിവസമായിട്ട് എന്നെ ഫോളോ ചെയ്യുന്നതും എനിക്ക് പിന്നാലെ ആളുകളെ അയക്കുന്നതും ഒന്നും ഞാൻ അറിയുന്നില്ലെന്നാണോ കരുതിയത്? അവൻ ചോദിച്ചതും അവർ വീണ്ടും മൗനമായി ഇരുന്നതല്ലാതെ മറുപടി പറഞ്ഞില്ല. പിന്നെ കുറച്ച് പൈസ ഞാനങ്ങ് വാരി എറിഞ്ഞപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഒരുത്തൻ നിങ്ങൾ എനിക്ക് ഒറ്റിയങ്ങ് തന്നു. ഇപ്പതാ നിങ്ങൾ എന്നെ കൊണ്ടിടാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് നിങ്ങളിരിക്കുന്നു. എന്താ അല്ലേ? അവൻ്റെ ശബ്ദത്തിൽ തീർത്തും പുച്ഛം മാത്രം നിറഞ്ഞു നിന്നിരുന്നു. ദാ ഇത് കണ്ടോ, ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാ. മുന്നിലെ ടേബിൾ കാണിച്ചവൻ പറഞ്ഞതും അവരാകെ ഒന്ന് കിടുത്തു. ചെറിയ സൂചി മുതൽ സർജറി ചെയ്യുന്ന സിസേഴ്സ് വരെയുണ്ട്. അതിലേക്ക് ഉമിനീരിറക്കിയാണ് അവർ നോക്കിയത്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ഫ്രഷ് പീസസ്. അവൻ അതുകൂടി കൂട്ടിച്ചേർത്തു. പിന്നെ മിസ്റ്റർ സാമുവൽ സിറിൽ, നിന്റെ തന്തയെ ഈ കാര്യം അറിയിക്കണ്ടേ നമുക്ക്? അവൻ ചോദിച്ചതും സാമുവൽ വെറുതെ നോക്കിയതല്ലാതെ മറുപടി കൊടുത്തില്ല. അയാളാണല്ലോ ഇതിനെല്ലാം തുടക്കമിട്ടത്. അപ്പോൾ അയാളെ നാട്ടിൽ കൊണ്ടുവരണം. അതിന് നീ തന്നെ വേണം. ഞാൻ വിളിച്ചു തരും. എന്ത് പറഞ്ഞാണെങ്കിലും അയാളെ നാട്ടിലെത്തിച്ചിരിക്കണം. അവൻ്റെ ശബ്ദത്തിൽ ഭീഷണിയുടെ ലാഞ്ചന. കുറച്ചു മുന്നേ അവൻ തന്ന വേദന ഓർമ്മയുള്ളതുപോലെ ഭയത്തോടെ സാമുവൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി തലയാട്ടി. മാനവ്. പെട്ടെന്ന് പിന്നിൽ നിന്ന് സൂര്യൻ്റെ ശബ്ദം കേട്ട് അവനൊന്ന് തിരിഞ്ഞു നോക്കി. ആ വന്നോ? ഞാൻ ആലോചിച്ചതേ ഉള്ളൂ എന്താ വരാത്തതെന്ന്. എന്താ മാനവ് ഇതൊക്കെ? സൂര്യൻ അല്പം കടുപ്പിച്ചാണത് ചോദിച്ചത്. കാരണം തന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വേറെന്തൊക്കെയോ ആരും അറിയാതെ അവൻ ചെയ്യുന്നു. അങ്ങനെ ചിന്തിച്ചപ്പോൾ സൂര്യൻ അല്പം ദേഷ്യത്തിലാണ് അവനോടത് ചോദിച്ചത്. പറയാം, ഞാൻ എല്ലാം പറയാം. മനു നിസ്സാരമെന്ന പോലെയാണ് അത് പറഞ്ഞത്. അവൻ്റെ പിന്നിലായി തന്നെ ഉണ്ണി അപ്പോഴും ഇതെന്തൊക്കെയാണെന്ന രീതിയിൽ ചുറ്റും നോക്കുക തന്നെയാണ്. അവനും എന്താണിതൊക്കെയെന്ന് മനസ്സിലാവുന്നില്ലായിരുന്നു. ആകെ ഒരു അന്താളിപ്പ് പോലെ. ഏട്ടാ, ഈ എക്യുപ്മെൻറ്റ്സ് ഇതൊക്കെ എന്തിനാ ഇവിടെ? ഓ, അതൊക്കെ അവർക്കുള്ളതല്ലേ. അവരിപ്പോൾ എൻ്റെ പേഷ്യൻസ് ആണ് അല്ലേ? അവരെ നോക്കി അവൻ ചോദിച്ചതും അവർ ഭയത്തോടെയാണ് അവനെ നോക്കിയത്. നിങ്ങൾ വന്ന സ്ഥിതിക്ക് തൽക്കാലം നമുക്കൊരു ബ്രേക്ക് ഇടാം. ഇന്നെന്തായാലും നിങ്ങളിവിടെ ഇരിക്ക്, ഞാൻ വരും. അധികം താമസമില്ല. അവൻ അങ്ങനെ പറഞ്ഞ് സൂര്യനെയും ഉണ്ണിയെയും കൂട്ടി അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി. ഒരു പണി നടന്നുകൊണ്ടിരിക്കുന്ന ഗോഡൗൺ ആയിരുന്നു അത്. അവിടെ ഉള്ളിലേക്ക് ഒരു തരി വെളിച്ചം പോലും കടന്നു ചെല്ലില്ല. പുറത്തേക്കിറങ്ങിയാൽ മാത്രം വെളിച്ചം കാണാം. അവിടുന്ന് പുറത്തേക്കിറങ്ങിയപ്പോൾ തന്നെ സൂര്യൻ അവന് നേരെ തിരിഞ്ഞിരുന്നു. എന്താ നിന്റെ ഉദ്ദേശം? സൂര്യൻ അല്പം കടുപ്പിച്ച് തന്നെ അവനെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് ചോദിച്ചു. സൂര്യ, ഐ എം സോറി. ഇങ്ങനെയൊരു പ്ലാൻ 2 ദിവസമായി ഞാൻ അറിഞ്ഞിട്ട്. നിന്നോട് പറഞ്ഞാൽ ദാ അതുപോലെ 2 പേരെയും അകത്തങ്ങനെ ഇരുത്താൻ ചിലപ്പോൾ പറ്റില്ലായിരുന്നു. അതാ ഞാൻ പറയാതിരുന്നത്. എല്ലാം എന്നോട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെന്താ? എനിക്ക് മനസ്സിലാവുന്നില്ല. അവൻ അല്പം ചൂടായിക്കൊണ്ട് തന്നെ തിരികെ ചോദിച്ചു. ഏട്ടൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്കും മനസ്സിലാവുന്നില്ല. ഉണ്ണിയും അത് ഏറ്റുപിടിച്ചു. ഞാൻ പറയാം നിങ്ങളോട്. മനു അവരെ മയപ്പെടുത്താൻ എന്ന രീതിയിൽ പറഞ്ഞതും ഇരുവരുടെയും മുഖം ഒന്ന് അയഞ്ഞു. ഈ ഒരു പ്രശ്നത്തിലേക്ക് ഞാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ എനിക്ക് എവിടെ നിന്ന് തുടങ്ങണമെന്നറിയില്ലായിരുന്നു. പക്ഷെ സിറിൽ, അവനിലായിരുന്നു എൻ്റെ സംശയം. സംശയമല്ല, അതായിരുന്നു സത്യം. എൻ്റെ അടിവേരിളക്കാൻ വന്നവൻ അവൻ തന്നെയായിരുന്നു. ഒരു തവണ പോരാ അവന്. വീണ്ടും എന്നെ നിലംപരിശാക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ മകനെന്ന് പറയുന്നവനെ അവനായി തന്നെ പറഞ്ഞു വിട്ടിരിക്കുന്നു. മനു ആകെ അരിശം കയറിയതുപോലെ മുഖമൊന്ന് അമർത്തി തുടച്ച് തൻ്റെ ദേഷ്യമൊന്ന് വരുതിയിലാക്കാൻ വേണ്ടി ശ്രമിച്ചു. ഇതൊക്കെ ഞങ്ങൾക്കറിയുന്ന കാര്യമല്ലേ? നിങ്ങൾക്കറിയുന്നതും എന്നാൽ ഇപ്പോൾ അകത്തിരിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാത്തതുമായിട്ടുള്ള ഒരാൾ അകത്തുണ്ടല്ലോ. അതാ ഏട്ടാ ഞാൻ ചോദിക്കാൻ വരുന്നത്. ഇതിനിടയിൽ അയാളെ എന്തിനാ? യെസ്, ഐ എം എക്സ്പെക്റ്റിംഗ് ദിസ് ക്വസ്റ്റ്യൻ. അയാളാണ് എല്ലാത്തിനും കാരണം.
ഏട്ടൻ ഏട്ടൻ ഇത് എന്തൊക്കെയാ? സത്യമാണ് ഉണ്ണി, അയാളാണ് എല്ലാത്തിനും കാരണം. ഞാൻ ഇന്നീ അവസ്ഥയിലെത്താൻ കാരണം. എല്ലാത്തിൻ്റെയും പിന്നിലെ മാസ്റ്റർ ബ്രെയിൻ അത് അയാൾ മാത്രമാണ്. സത്യമാണോ? ആദ്യം ഞാനും അമ്പരന്ന് പോയിരുന്നു. പക്ഷേ വിശ്വസിക്കണം, അതാണ് സത്യം. അമ്മ ഇതറിഞ്ഞാൽ? യെസ്, അമ്മ ഇതറിഞ്ഞാൽ ചിലപ്പോൾ വേദനിക്കും. ഇന്ന് വരെ ഇല്ലാത്ത വേദന തോന്നും. പക്ഷേ എൻ്റെ അമ്മയല്ലേ, ഇതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീടൊരു നിമിഷം അയാളെ ജീവനോടെ വെക്കാതെ കൊന്നുകളയാനേ പറയൂ. അത് പറയുമ്പോൾ മനുവിൻ്റെ കണ്ണുകളിൽ പക ആളിക്കത്തുന്നത് പോലെ ആയിരുന്നു. പക്ഷേ ഉണ്ണിക്ക് താൻ കേട്ട കാര്യങ്ങളൊന്നും വിശ്വസിക്കാനാവുന്നില്ലായിരുന്നു. സൂര്യൻ്റെ അവസ്ഥയും മറിച്ചല്ല. മാനവ്, സൂര്യൻ അവനെ ഒന്ന് വിളിച്ചു. അയാളെ ഞാൻ കൊല്ലും സൂര്യ. യു ക്യാൻ പ്രൊസീഡ് ദിസ് ലീഗലി. പക്ഷേ ഈ നാട്ടിലെ ഒന്നിനും കൊള്ളാത്ത നിയമത്തിന് മുന്നിലേക്ക് ഇവരെ ഒന്നും ഞാൻ വലിച്ചെറിഞ്ഞ് തരില്ല. അവർ വേദനിപ്പിച്ചത് എന്നെയാണ്. എങ്കിലതിന് പകരം ഞാനായിട്ട് ചോദിക്കുക തന്നെ ചെയ്യും. അത് പറയുമ്പോൾ അവനിൽ ഒരുതരം പൈശാചികമായ ഭാവമായിരുന്നു. നീ എന്നെ വിളിച്ചപ്പോൾ കാര്യം എന്താണെന്ന് അറിയാതെ തന്നെ നിനക്ക് കൂട്ടുനിന്നതാണ് ഞാൻ. ഈ കാര്യത്തിൽ നിന്നെ എടുത്തു ചാടാൻ ഞാൻ അനുവദിക്കില്ല മാനവ്. സൂര്യനും ഉറപ്പോടെയാണ് അത് അവനോട് പറഞ്ഞത്. ഏട്ടാ, നമുക്ക് സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഇരിക്കാം, എന്നിട്ട് സംസാരിക്കാം. ഇതിപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് തന്നെ എനിക്കാകെ തല പിരിക്കുന്നു. ഉണ്ണി തലയിൽ കൈ അമർത്തിക്കൊണ്ട് പറഞ്ഞു. സിറിലായിരിക്കും ഇതിന് പിന്നിൽ എന്നുള്ളത് പണ്ടേ മനസ്സിലായതാണ്. പക്ഷേ തെളിവോടെ തന്നെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം കാത്തിരിക്കുകയായിരുന്നു എന്ന് പറയാം. പക്ഷേ അതിനിടയിലേക്ക് ഇങ്ങനെ ഒരാൾ കൂടി കടന്നു വരൂ എന്നുള്ളത് അവൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. അതിൻ്റെ ഒരു ഞെട്ടലിലായിരുന്നു ഉണ്ണി അന്നേരം അത്രയും. ഉണ്ണി പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ചേർന്ന് നേരെ ബീച്ചിലേക്കാണ് പോയത്. അവിടെ ഇരിക്കുമ്പോൾ ആഞ്ഞടിക്കുന്ന തിരമാലകൾ പോലെ തന്നെ മനുവിൻ്റെ മനസ്സും ആഞ്ഞുലയുകയായിരുന്നു. ഉണ്ണി ഒന്നും മിണ്ടാനാകാതെ താനിപ്പോൾ കണ്ടതും അറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളിലാകെ പതറി നിൽക്കുകയായിരുന്നു. അപ്പോഴും സൂര്യൻ്റെ ഉള്ളിൽ ഒരു IPS ഓഫീസറുടെ ബുദ്ധി ഉണർന്നു പ്രവർത്തിക്കുകയായിരുന്നു. മാനവ്, നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നീ എന്നോട് പറഞ്ഞതനുസരിച്ച് സിറിൽ സാറും അയാളുടെ മകനും ഫാമിലിയും ആണ് നിനക്കെതിരെ കളിച്ചിരിക്കുന്നത്. അതിനിടയിലേക്ക് അയാൾ എങ്ങനെ വന്നു? തലപുകഞ്ഞുള്ള ആലോചനയോടെ സൂര്യൻ അവനോട് ചോദിച്ചപ്പോഴും മനു അവനെ നോക്കി ചിരിക്കുക മാത്രമാണ് ചെയ്തത്. സിറിലും അയാളുടെ മകനുമൊക്കെ ഇതിലെ വെറും കാഴ്ചക്കാരാണെന്ന് പറയാം. പക്ഷേ ഏറ്റവും പിന്നിൽ എല്ലാത്തിൻ്റെയും അണിയറയിൽ ചരട് വലിച്ചത് എൻ്റെ സ്വന്തം അമ്മാവനാണ്. അത് പറയുമ്പോൾ മനുവിൻ്റെ മുഖത്ത് ഒരുതരം കല്ലിച്ച ഭാവമായിരുന്നു. മാനവ്, നീ പറയുന്നത് സത്യമാണെങ്കിൽ പോലും തെളിവില്ലാതെ നമുക്ക് അയാളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നിയമം... സൂര്യൻ പറഞ്ഞു തീർക്കുന്നതിന് മുന്നേ മനു ഒന്ന് ഉച്ചത്തിൽ ചിരിച്ചു. അവൻ്റെ ആ ചിരിക്ക് ഭയപ്പെടുത്തുന്നൊരു ഭാവമുണ്ടായിരുന്നു. നിയമമോ? ആ നിയമത്തിൻ്റെ ലൂപ്പ് ഹോളുകൾ വെച്ചല്ലേ സൂര്യ അവന്മാരെന്നെ ഒരു റേപ്പിസ്റ്റും കൊലയാളിയും ആക്കിയത്. അന്ന് എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ ആ നിയമത്തിന് കഴിഞ്ഞോ? ഇല്ല. അതുകൊണ്ട് കളി ഇനി എൻ്റെ റൂൾസ് വെച്ചിട്ടായിരിക്കും മുന്നോട്ട് പോവുക. മനു, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. അപകടത്തിലേക്കാണ് നീ പോകുന്നത്. നെവർ. എന്നെ തോൽപ്പിക്കാൻ ഇനി സാക്ഷാൽ ഈശ്വരൻ ഇറങ്ങി വന്നാൽ പോലും കഴിയില്ല. ഇല്ല, നിയമം അനുസരിച്ച് നീങ്ങാൻ നമുക്ക്. അതല്ലാതെയുള്ള ഒരു കാര്യത്തിന് ഞാൻ നിനക്ക് കൂട്ടു നിൽക്കില്ല മനു. കൂട്ടു നിൽക്കില്ല എന്നല്ല, നിന്നെക്കൊണ്ട് ഇതൊന്നും ചെയ്യിക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല. സൂര്യൻ ഉറപ്പോടെ പറഞ്ഞു. നിയമം? ഈ നിയമം എന്ന് പറയുമ്പോൾ അതിലൊന്നും അവർക്ക് കൊടുക്കാനാവുന്ന ഏറ്റവും വലിയ ശിക്ഷ ജീവപര്യന്തമല്ലേ? അല്ലെങ്കിൽ തൂക്കുകയർ. തൂക്കുകയർ ശിക്ഷ ലഭിക്കണമെങ്കിൽ ഒരു 100 പേരെയെങ്കിലും കൊന്നിട്ടുണ്ടാവണം. പക്ഷേ എങ്കിൽ പോലും തൂക്കുകയർ എന്ന് പറയുന്നത് അവറ്റകൾക്കൊക്കെ കിട്ടാവുന്ന ഏറ്റവും നിസ്സാരമായ ശിക്ഷയാണ്. അനുഭവിക്കണം. അഴിക്കുള്ളിൽ കിടന്ന് നീറി അനുഭവിക്കണം. അതിന് പറ്റുമോ? ഒരുതരം പൈശാചികത നിറഞ്ഞ ശബ്ദത്തിൽ മനു ചോദിച്ചതും സൂര്യൻ ഒരു നിമിഷത്തേക്കൊന്ന് നിശബ്ദനായി. പറ്റും. അടുത്ത നിമിഷം തന്നെ അവൻ്റെ ഉത്തരവും എത്തിയിരുന്നു. അവരെ എനിക്ക് വിട്ടു തന്നാൽ അഴിക്കുള്ളിൽ അവരുടെ കാര്യങ്ങൾ ഞാൻ നോക്കും. ഒരുപക്ഷെ നീ അവർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ശിക്ഷ ഞാൻ വാങ്ങിക്കൊടുക്കാം. അത് പറയുമ്പോൾ സൂര്യൻ്റെ ശബ്ദത്തിൽ വല്ലാത്തൊരു ഉറപ്പായിരുന്നു. എന്നാലും ഏട്ടൻ എങ്ങനെയാണ് അവിടെ എത്തിയത്? സ്റ്റേഷനിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി ഏട്ടൻ എങ്ങനെയാണ് ഇവരുടെ കൂടെ ആയത്? ഉണ്ണി അപ്പോഴും തല പുകഞ്ഞെന്ന രീതിയിൽ അതുതന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കേട്ടിട്ടും അവൻ ആ കാര്യം ചോദിച്ചു പോയി. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻ്റായിട്ട് അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടുമായിട്ട് നാളെ തന്നെ വരാം കേട്ടോ. ബൈ.